ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 5th യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേരാണ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എത്രത്തോളം റോൾ ഉണ്ട് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓർഗനൈസേഷൻസ് ഗവൺമെന്റിന് ഇൻ ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ യുനെസ്കോ, യൂണിസെഫ്, UNDP, UNFPA, വേൾഡ് ബാങ്ക്, ഇവരുടെയൊക്കെ റോൾ എത്രത്തോളം ഉണ്ട് എഡ്യൂക്കേഷനിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ്, മെക്കാനിസം ഓഫ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആരാണ് എഡ്യൂക്കേഷന് വേണ്ടി ഫിനാൻസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആണ് കേട്ടോ. ഈ രണ്ട് ഗവൺമെന്റ്സിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് എഡ്യൂക്കേഷന് പ്രധാനമായിട്ട് ഇന്ത്യയിലുള്ളത്. ഓൾസോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോറിൻ എയ്ഡ്സ്. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് സ്കൂൾസും കോളേജസും എല്ലാം ഇന്ത്യയിലുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫോറിൻ എയ്ഡ്സ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഫോറിൻ എയ്ഡ്സിൽ വരുന്ന ഓർഗനൈസേഷൻസ് ആണ് യുനെസ്കോ, UNDP, വേൾഡ് ബാങ്ക് എല്ലാം. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഫിനാൻസിങ്. എന്താണ് ഫിനാൻസിന്റെ ഒരു മെയിൻ സോഴ്സ്? ആരാണ് ഇന്ത്യയിൽ? ഗവൺമെന്റ് ഫണ്ട്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ട്സ് വരുന്നുണ്ട്. പിന്നെ പബ്ലിക് ഒരു സോഴ്സ് ആണ്. പിന്നെ ഫീസ്, സ്റ്റുഡൻസ് ലോൺ, ഇൻഡസ്ട്രി, എക്സ്റ്റേണൽ എയ്ഡ്സ് എല്ലാം ഫിനാൻസ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഇനി ഗ്രാന്റ് ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള ഗ്രാന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ്സ് ആണ്. ദീസ് ഗ്രാന്റ്സ് ക്യാൻ ഗോ ടു ഗവൺമെന്റ് റൺ ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഗ്രാന്റ്സ് പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഗവൺമെന്റ് റൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ചെറിയ രീതിയിലുള്ള ഗ്രാന്റ്സ് എല്ലാം ഗവൺമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് ഗ്രാന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് റിക്കറിംഗ് ഗ്രാന്റ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ റിക്കറിംഗ് ഗ്രാന്റ്സ്. റിക്കറിംഗ് ഗ്രാന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സാലറി, റെഗുലർ എക്സ്പെൻസ് ആണ് അല്ലെ. സാലറി എന്ന് പറഞ്ഞാൽ ആ ഒരു റെഗുലർ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിനെയാണ് റിക്കറന്റ് ഗ്രാന്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സാലറി, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ്, ഇതെല്ലാമാണ് റിക്കറിംഗ് ഗ്രാന്റ്സിൽ വരുന്നത്. നോൺ റിക്കറിംഗ് ഗ്രാന്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു വൺ ടൈം നീഡ് ആണ്. ഓക്കെ, വൺ ടൈം ഒരു പേയ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതൊരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മളൊരു വൺ ടൈം പേയ്മെന്റ് നടത്തില്ലേ, അതിനെയാണ് നോൺ റിക്കറിംഗ് ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു ഗ്രാന്റ്സിന്റെ എല്ലാം പേർപ്പസ്? എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഗ്രാന്റ് ഓർഗനൈസേഷൻസിന് കൊടുക്കുന്നത്? എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സയൻസ് കൂടുതലായിട്ടുള്ള സയന്റിഫിക് കാര്യങ്ങൾ സ്കൂളുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യാൻ അല്ലെ. അത് നല്ല ടീച്ചേഴ്സിനെ ഹയർ ചെയ്യണം, നല്ല ടീച്ചേഴ്സിനെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല സാലറി കൊടുക്കണം, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം, ഫീസ്, ഇതിനെല്ലാം ഒരു സ്കൂളിന് ഒരു ഓവറോൾ ഒരു ക്വാളിറ്റിയിൽ റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗ്രാന്റ് ഗവൺമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സൂപ്പർവിഷൻ അല്ലെ. നമുക്കറിയാം ഗവൺമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാന്റ്സ് അത് വളരെ പ്രോപ്പർ ആയിട്ട് ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ഇൻസ്പെക്ട് ചെയ്യും, അത് സൂപ്പർവൈസ് ചെയ്യും. ഇനി പ്രധാനമായിട്ടുള്ള ചാലഞ്ച് എന്തൊക്കെയാണ്? ഗ്രാന്റ്സ് ആർ റയർലി യൂസ് ടു മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഒരുപാട് ഗ്രാന്റ്സ് ഒക്കെ ഗവൺമെന്റ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ഗ്രാന്റ്സ് പ്രോപ്പർ ആയിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ ചാലഞ്ച്. കാരണം ഇങ്ങനെയുള്ള ഗ്രാന്റ് ഒക്കെ പുറം വഴി അല്ലെങ്കിൽ പുറകിലൂടെ പല ആളുകളുടെയും പോക്കറ്റിലാവുകയാണ്. അല്ലാതെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പല സ്കൂളുകളും പല സ്ഥാപനങ്ങളും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചാലഞ്ച്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
divides the government roles into 3 level. Government role in a 3 level ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് യൂണിയൻ, അതായത് സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, പിന്നെ അതിനും താഴെ കൺകറന്റ് ലെവൽ. ഇങ്ങനെ 3 ലെവൽസ് ആയിട്ടാണ് ഗവൺമെന്റിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ എന്താണ് എഡ്യൂക്കേഷനിൽ? നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇസ് എ ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മാത്രം ഡ്യൂട്ടി അല്ല, റെസ്പോൺസിബിലിറ്റി അല്ല, അല്ലെ? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പുട്ട് എഡ്യൂക്കേഷൻ ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്, മീനിങ് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ ഇറ്റ്. രണ്ട് ഗവൺമെന്റ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ലോ ഈ രണ്ട് ഗവൺമെന്റ്സിനും ഈക്വലി എന്താണ് മേക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ലോ കൊണ്ടുവരാൻ സാധിക്കും. ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റിന്റെ റോൾ എത്രത്തോളം ഉണ്ട് ഒരു എഡ്യൂക്കേഷനിൽ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് 3 കാര്യങ്ങളിലാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് സപ്പോർട്ട് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം IIT, IIM, സെൻട്രൽ യൂണിവേഴ്സിറ്റി, UGC, NCERT ഇങ്ങനെയുള്ള എല്ലാ പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ഇസ് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ അക്രോസ് ദ കൺട്രി. നമ്മുടെ കൺട്രി അക്രോസ് നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകളും പോളിസീസ് എല്ലാം കൊണ്ടുവരുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ഇസ് പ്രൊവൈഡ് ഗ്രാന്റ്സ് ടു സ്റ്റേറ്റ്, എസ്പെഷ്യലി ഫോർ ബാക്ക്വേർഡ് ഓർ റൂറൽ ഏരിയാസ്. സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് ഗ്രാന്റ് അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എസ്പെഷ്യലി ബാക്ക്വേർഡ് ഏരിയാസിനെയും റൂറൽ ഏരിയാസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗ്രാന്റ് ഇഷ്യൂ ചെയ്യുന്നത്. എൻകറേജസ് യൂണിഫോം ഗ്രോത്ത് അക്രോസ് ഓൾ സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും ഒരു യൂണിഫോം ഗ്രോത്ത് ആണ് സെൻട്രൽ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഗ്രാന്റുകളാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെൻട്രൽ ഗവൺമെന്റിന് എഡ്യൂക്കേഷനിൽ ഒരുപാട് റോൾ ഉണ്ട്. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഓൾമോസ്റ്റ് ഓൾ ദ സ്കൂൾസ് ആൻഡ് കോളേജ് ഇൻ ദ സ്റ്റേറ്റ് നടത്തിക്കൊണ്ടുപോകുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ് കേരള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളയിൽ ഒട്ടുമിക്ക സ്കൂളുകളും കോളേജസും ഒക്കെ റൺ ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ പ്രധാനമായിട്ടുള്ള റോൾ ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള ഗ്രാന്റ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് മാത്രം. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ടീച്ചേഴ്സ് അപ്പോയിന്റ്മെന്റ് ആൻഡ് സാലറി. നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് കോളേജസിലെല്ലാം ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇവർക്കുള്ള സാലറി പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ്. ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് തന്നെയാണ് അല്ലെ. ലോക്കൽ ലാംഗ്വേജ് ആൻഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ റീജിയണൽ ഡെവലപ്മെന്റും മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. സോ ഇൻസൈഡ് ദ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ റോള് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. Next is centrally sponsored sector. The central government provides fund, but state government implement the scheme. നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കീമുകളെല്ലാം ഈ സെൻട്രൽ ഗവൺമെന്റ് പ്രധാനമായിട്ടും മുൻനിർത്തി കൊണ്ടുവരുന്ന പല സ്കീമുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇവരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ദീസ് ആർ പ്ലാൻഡ് ബൈ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ് ആക്ട് ആസ് ദ എക്സിക്യൂട്ടീവ് ബോഡീസ്. ഒരുവിധം എല്ലാ സ്കീമുകളെയും പ്ലാൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇതിനെയെല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ടതും ഈ സ്കീമിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൻസ്ക്രിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിൽ ഹിന്ദിനെ പ്രൊമോട്ട് ചെയ്യുക, സ്കോളർഷിപ്സ്, ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ്. ഇത് നമ്മുടെ സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും എക്സിക്യൂട്ട് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. Next is centrally assisted sector. Activities are state run but supported financially by the center. നമ്മുടെ സംസ്ഥാനത്തിൽ നടക്കുന്ന ഒരുവിധം ആക്ടിവിറ്റീസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യലി ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. Center provides partial funding like 25% to 100% of cost. This can reduce the state's decision making power. നമ്മുടെ
സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒട്ടുമിക്ക ഫണ്ടിങ്ങും നമുക്ക് ലഭിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു 25% മുതൽ മേ ബി ഒരു 100% വരെ കോസ്റ്റ് ഇറക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഇത്രയും കോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പൈസ ഇറക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിസിഷൻ മേക്കിംഗ് പവർ മേ ബി കുറയാനുള്ള ചാൻസ് വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒട്ടുമിക്ക നമ്മളെ സ്കൂളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പും സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ആണ് അല്ലെ. മിഡ് ഡേ മീൽസ്, ഇന്റഗ്രേറ്റഡ് സ്കൂൾ സ്കീംസ് എല്ലാം കൊണ്ടുവരുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇതിനു വേണ്ടിയുള്ള ഫണ്ട് ഇറക്കുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള റോള് മാത്രമാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇസ് സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യാനുള്ള സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നാ ലഭിക്കുന്നത്, എങ്ങനെയാ ലഭിക്കുന്നത് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇസ് ഫണ്ടഡ് ബൈ മൾട്ടിപ്പിൾ സോഴ്സ്. ഇന്ത്യൻ എഡ്യൂക്കേഷനെ മൾട്ടിപ്പിൾ സോഴ്സുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദീസ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു 2 രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇതിനെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇന്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സ് ആണ് പ്രധാനമായിട്ടുള്ള മെയിൻ പാർട്ട് ഓഫ് സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സ് വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതിൽ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഡൊമസ്റ്റിക് സോഴ്സ് ആണ്, ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫ്രം ദ എഡ്യൂക്കേഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടുള്ള ലൈക് ഫോറിൻ കൺട്രീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗ്രാൻസ് ഒക്കെ വളരെ കുറവാണ്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഫിനാൻസിനെ ഫണ്ട് ചെയ്യുന്ന ഡൊമസ്റ്റിക്, നമ്മുടെ ഇൻസൈഡ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ കൺട്രി തന്നെയാണ് മെയിൻ സോഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ വരുന്നതാണ് പ്രൈവറ്റ് സോഴ്സും പബ്ലിക് സോഴ്സും. എന്താ പബ്ലിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ട്സ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫണ്ട് ലഭിക്കുന്നുണ്ട് അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫണ്ട് എഡ്യൂക്കേഷന് വേണ്ടി ലഭിക്കുന്നുണ്ട്. പിന്നെ ലോക്കൽ ബോഡീസ്, ഇവരൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ സോഴ്സ് അല്ലെങ്കിൽ പബ്ലിക് സോഴ്സ് എന്ന് പറഞ്ഞാല്. ഇന്ത്യയിൽ എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പിന്നെ ലോക്കൽ ബോഡീസ് ആണ്. അതായത് നമ്മുടെ ഡിസ്ട്രിക്ട്, ജില്ല പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ല, ഇവരൊക്കെയാണ് കേട്ടോ. ഇനി പ്രൈവറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരുപാട് ട്രസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, ഡൊണേഷൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കുട്ടികളുടെ ഫീസ് കുട്ടികളിൽ നിന്ന് പ്രൈവറ്റ് ആയിട്ട് കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് പ്രൈവറ്റ് സോഴ്സ് വരുന്നത്. may include voluntary donations or policy based fees. നമുക്കറിയാം പ്രൈവറ്റ് സോഴ്സസ് ആകുമ്പോൾ അതിൽ ഡൊണേഷൻസും അതുപോലെ തന്നെ ട്രസ്റ്റുകൾ കൊടുക്കുന്ന ഫണ്ട്സും കോൺട്രിബ്യൂഷൻസും ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറി ഒന്നുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഡൊമസ്റ്റിക് സോഴ്സ് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ കൺട്രീന്റെ അകത്ത് വെച്ച് തന്നെ, അതായത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ്സ് പോലെയുള്ളത്. പിന്നെ പബ്ലിക് ആയിട്ടുള്ള ഗവൺമെന്റ് ഫണ്ട്സ്, പോളിസി ബേസ്ഡ് ഫീസുകളെല്ലാം ലഭിക്കാറുണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ സോഴ്സ് ആണ്. ലൈക്ക് ലോൺ എടുക്കാൻ നമുക്ക് സാധിക്കില്ല. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പല ലോണുകൾ എടുക്കാം. ഫോറിൻ എയ്ഡ്സ് കിട്ടാറുണ്ട്. നമുക്കറിയാം പല യൂറോപ്യൻ കൺട്രീസും ഒരുപാട് സ്കോളർഷിപ്സ് നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഈ ഒരു സിറ്റുവേഷനെ. എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് എത്രത്തോളം റോള് വരുന്നുണ്ട് എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാണ് കേട്ടോ. എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്? ഇത്രയും ഫണ്ട് എന്തിനാണ് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കുന്നത്? അവരുടെ ഗോൾ എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? മോർ നമ്പർ ഓഫ് ബിൽഡിങ്സ്, മോർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാം അല്ലെ. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താ? വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ടുള്ള ഇവർക്ക് ട്രെയിനിങ്സും സ്കിൽസും പ്രൊവൈഡ് ചെയ്യുക. സോ ഇതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. ഓക്കെ, മാൻ പവർ ഡെവലപ്മെന്റ് അടുത്ത ഒരു ടാർഗറ്റ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക അല്ലെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക, എങ്കിൽ മാത്രമേ നാഷണൽ ഡെവലപ്മെന്റിന് സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം ഓൾറെഡി ഇന്ത്യൻ അമെൻമെന്റ് ആക്ട് പ്രകാരം
ഒരു ചൈൽഡ് റൈറ്റ് വരുന്നുണ്ട്. എന്ത്? ടു പ്രൊവൈഡ് ദ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ദ ചിൽഡ്രൻ ഏജ് ഫ്രം 6 to 14 years. ഇത് ഓൾറെഡി ചൈൽഡ് റൈറ്റ് ആണ്. അത് എന്തായാലും സെൻട്രൽ ഗവൺമെന്റിന് പ്രാബല്യത്തിൽ കൊണ്ടുവരേ കഴിയുള്ളൂ അല്ലെ. സോ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് സപ്പോർട്ട് ബാക്ക്വേർഡ് സ്റ്റേറ്റ്. അതായത് പുറകിൽ നിൽക്കുന്ന, നമുക്കറിയാം എല്ലാ സ്റ്റേറ്റും ഒരുപോലെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നതല്ല അല്ലെ. ബാക്ക്വേർഡ് സ്റ്റേറ്റുകൾ ഒരുപാടുണ്ട്. അവിടെയുള്ള അത്തരം ബാക്ക്വേർഡ് സ്റ്റേറ്റ്സിൽ കുറച്ച് റിസോഴ്സസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ബെറ്റർ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ റോള്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. എല്ലാ കുട്ടികൾക്കും ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതൊരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ആയിരിക്കരുത്. എവറി ചൈൽഡ് ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് ദ എഡ്യൂക്കേഷൻ. സോ എല്ലാ കുട്ടികൾക്കും അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതും സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ഇറക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 3 ways ഓഫ് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ്. സെൻട്രൽ ഗവൺമെന്റ് 3 രീതിയിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫുൾ ഫണ്ടിങ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. ഫുൾ ഫണ്ടും സെൻട്രൽ ഗവൺമെന്റ് എടുക്കും. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റീസ് നടത്താൻ സെൻട്രൽ സ്കൂളുകൾ ഒരുപാടില്ലേ. NCERT, UGC, SBS ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസിനൊക്കെ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്തു കൊടുക്കാറുണ്ട്. അതൊരു വേ. നെക്സ്റ്റ് ഇസ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇനി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്സ് പ്രോഗ്രാം റൺ ബൈ ദ സ്റ്റേറ്റ്സ്. ഇനി സ്റ്റേറ്റ് റൺ ചെയ്യുന്ന ചില പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൻസ്ക്രിറ്റിനെ പ്രൊമോട്ട് ചെയ്യണം, നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിൽ ഹിന്ദിനെ പ്രൊമോട്ട് ചെയ്യണം. ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല സ്കീംസിനെയും സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്ത വേ എന്ന് പറയുന്നത് പാർഷ്യൽ ഫണ്ടിങ് ആണ് കേട്ടോ. പാർഷ്യലി ഫണ്ട് ചെയ്യുക, അതായത് ഒരു 50% ഫണ്ട് ആര് പ്രൊവൈഡ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് സ്കൂൾസ് ഇൻ ദ ബാക്ക്വേർഡ് ഏരിയാസ്. ബാക്ക്വേർഡ് ഏരിയാസിൽ സ്കൂൾ ഓപ്പൺ ചെയ്യാനും ആ സ്കൂളിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. സോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 3 രീതിയിലാണ് സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്താണ്. എക്സ്പെൻഡിച്ചർ ഫോർ എഡ്യൂക്കേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇറക്കിയുള്ള ആ ഒരു എമൗണ്ട്, ആ ഒരു എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 സെക്ടേഴ്സിൽ പണം ഇറക്കേണ്ടി വരും അല്ലെ. ലൈക് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, അതായത് പ്രൈമറി ആ ഒരു സെക്കൻഡറി ആ ഒരു സ്റ്റേജിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ഇറക്കാറുണ്ട്. അപ്പൊ ആ 2019 to 20 എത്ര എമൗണ്ട് ഇറക്കി? 2021, 22 ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പെൻഡിച്ചറിന്റെ ഒരു കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വർഷം കഴിയുമ്പോഴും സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ റോള് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. മെയിൻ റെസ്പോൺസിബിലിറ്റി, സ്റ്റേറ്റ് ഗവൺമെന്റ് മെയിൻലി ടേക്ക് കെയർ ഓഫ് ഫണ്ടിങ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് തന്നെയാണ്. എഡ്യൂക്കേഷൻ കമ്മീഷൻ സജഷൻ എന്താന്ന് നോക്കാം. ദ കമ്മീഷൻ റെക്കമെൻഡഡ് ഈച്ച് സ്റ്റേറ്റ് ഷുഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 7% ഓഫ് ഇറ്റ്സ് ഇൻകം ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാ സ്റ്റേറ്റും, ഓരോ സ്റ്റേറ്റും അവരുടെ ഇൻകത്തിന്റെ 7% എങ്കിലും അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഇന്ത്യൻ കമ്മീഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇവിടെ നടക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ the most states only spend about 4 to 5%, which is lower than the suggestion. പക്ഷേ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. 7% എങ്കിലും സ്പെൻഡ് ചെയ്യുന്നിടത്ത് 4 to 5% മാത്രമേ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഫണ്ട്. സ്റ്റേറ്റിന് എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യാൻ വേണ്ടി എവിടുന്നാണ് ഇവർക്ക് ഇത്ര പൈസ ലഭിക്കുന്നത് അല്ലെ? സ്റ്റേറ്റ്സ് ഗെറ്റ് മണി ഫോർ എഡ്യൂക്കേഷൻ ത്രൂ സ്റ്റേറ്റ് ഇൻകം ടാക്സ്,
ഷെയർ ഇൻ സെൻട്രൽ ടാക്സസ്, ലംസം ഗ്രാൻസ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റിന് പൈസ വേണ്ട എഡ്യൂക്കേഷൻ ഇറക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സിലൂടെ പണം ലഭിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ടാക്സിൽ നിന്നും കുറച്ച് ഷെയർസ് ലഭിക്കാറുണ്ട്. പിന്നെ ലംസം ഗ്രാൻസ് ലഭിക്കൂല. എന്താ ലംസം ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു വൺ ടൈം മണി കൊടുക്കും, അല്ലെങ്കിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഒരു ബൾക്കായിട്ട് കുറച്ച് പണി കൊടുക്കുക. ഇതിനെയാണ് ലംസം ഗ്രാൻഡ് എന്ന് പറയാ. ഇങ്ങനെയും സ്റ്റേറ്റ് ഗവൺമെന്റിന് പൈസ ലഭിക്കാറുണ്ട്. ഇനി ഈ കിട്ടുന്ന എമൗണ്ട് എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂസ് ചെയ്യേണ്ടത്? സാലറി കൊടുക്കാനും, സ്കൂൾ ബിൽഡ് ചെയ്യാനും ആൻഡ് പേ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. ഈ പറഞ്ഞ സ്കൂൾ റൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഫണ്ട് കൊടുക്കേണ്ടത്. ടീച്ചേഴ്സിന്റെ സാലറി, സ്കൂൾസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ മെയിൻ്റെനൻസ്, പിന്നെ ബാക്കി മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് യൂണിവേഴ്സിറ്റി ഫണ്ടിങ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ ഫണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. നമുക്കറിയാം സ്റ്റേറ്റ് സ്കൂളിന് മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് കോളേജസ് ഉണ്ടായിരിക്കും. ഇതിനും എന്താണ് ഫണ്ട് ഇറക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ റോള് കഴിഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോള് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് ലോക്കൽ ബോഡീസ് ഇൻ എഡ്യൂക്കേഷണൽ ഫണ്ടിങ്. സ്റ്റേറ്റും സെൻട്രലും കഴിഞ്ഞാൽ ലോക്കൽ ബോഡീസിന് കുറച്ച് റോൾ ഉണ്ട് അല്ലെ, ലൈക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകള്, ഇവരൊക്കെ റെസ്പെക്റ്റഡ് ഓരോ ഏരിയാസിലും ഉള്ളത് ഇവരാണ് നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം LP സ്കൂൾ, UP സ്കൂൾ, അതൊക്കെ അവരൊക്കെ ആ ഒരു ഏരിയ റെസ്പെക്ട്, ഏതാണോ ഏരിയ, ആ ഏരിയ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ പഞ്ചായത്ത് നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മുനിസിപ്പാലിറ്റിയിലുള്ള അണ്ടറിലുള്ള സ്കൂളുകളായിരിക്കും. സോ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഈ ലോക്കൽ ബോഡീസ് ആണ് ഫണ്ട് ചെയ്യേണ്ടത്. ദേ അപ്പോയിന്റ് സ്റ്റാഫ്, പ്രൊവൈഡ് എക്യുപ്മെന്റ് ആൻഡ് ഫിനാൻസ് ടു ദീസ് സ്കൂൾസ് ത്രൂ ലോക്കൽ ടാക്സസ് ആൻഡ് ഗ്രാന്റ്സ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ ഇങ്ങനെ ഈ ഒരു റെസ്പെക്റ്റീവ് ഏരിയയിലുള്ള സ്കൂളുകളിലെല്ലാം സ്റ്റാഫിങ്ങും, അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും, സ്കൂളിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിനാൻസസും പ്രൊവൈഡ് ചെയ്യേണ്ടത് ലോക്കൽ ബോഡീസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് പല ഗ്രാന്റ്സും ഇവർക്ക് അതിനു വേണ്ടി ലഭിക്കാറുണ്ട്. ഓക്കെ, സ്കൂൾ കമ്മിറ്റീസ് ഷുഡ് റിസീവ് ഗ്രാന്റ് ബേസ്ഡ് ഓൺ ലോക്കൽ ഇൻകം ലെവൽ ആൻഡ് ഈക്വലൈസേഷൻ. ഇനി ഇങ്ങനെയുള്ള ഏരിയാസിൽ സ്കൂൾ കമ്മിറ്റി എങ്ങനെയാണ് ഗ്രാന്റ്സ് റിസീവ് ചെയ്യേണ്ടത്? നമ്മുടെ വില്ലേജ് പഞ്ചായത്തിലെ നമ്മുടെ പഞ്ചായത്തിന്റെ നിലനിൽപ്പ് എന്താന്നുള്ളത് അറിയണ്ടേ? പഞ്ചായത്തിന്റെ ഒരു ഇൻകം ലെവൽ എന്താന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റെസ്പെക്റ്റീവ് ഏരിയാസിലുള്ള സ്കൂളുകൾക്ക് ഗ്രാന്റ് ലഭിക്കുക. പിന്നെ ഈക്വലൈസേഷൻ, എൻഷുറിങ് ഓൾ ഏരിയാസ് ഗെറ്റ് ഫെയർ ഹെൽപ്പ്. എല്ലാ ഏരിയാസിലും ഫെയർ ഹെൽപ്പ് ലഭിക്കണം എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. Next is state government grants should be a mix of fixed amount and special purpose grants. നമുക്കറിയാം ഇങ്ങനെയുള്ള ലോക്കൽ ബോഡീസ് റൺ ചെയ്യുന്ന സ്കൂളുകളാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് പല ഗ്രാന്റ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ഫിക്സ്ഡ് എമൗണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസിനായിട്ട് എന്തെങ്കിലും ഗ്രാന്റോ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ബോഡീസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. Okay, focus on backward areas. These areas should get special attention in funding. നമുക്കറിയാം പല പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസിലുള്ള ചില ബാക്ക്വേർഡ് ഏരിയാസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഏരിയാസിന് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഇങ്ങനെയുള്ള ലോക്കൽ ബോഡീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ലോക്കൽ ബോഡി റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. മുനിസിപ്പാലിറ്റീസ് മസ്റ്റ് യൂസ് എ പാർട്ട് ഓഫ് ദെയർ ഇൻകം ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇവർ ചെയ്യേണ്ടതാണ്. മുനിസിപ്പാലിറ്റിക്ക് എത്രത്തോളം ഇൻകം ഉണ്ടോ അതിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെയർ ആ മുനിസിപ്പാലിറ്റിയിലുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് പ്രൈമറി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ മുനിസിപ്പാലിറ്റി യൂസ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ലാൻഡ് റവന്യൂ സെസ് എ സ്മോൾ എഡ്യൂക്കേഷൻ ടാക്സ് ഓൺ ലാൻഡ് ഷുഡ് ബി അപ്ലൈഡ് അക്രോസ് ദ കൺട്രി. സോ ഇങ്ങനെ ഒരു ലാൻഡ് റവന്യൂ സെസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഒരു എഡ്യൂക്കേഷണൽ ടാക്സ് ഒക്കെ നമുക്ക് കിട്ടില്ലേ. അപ്പോ അത് അക്രോസ് ദ കൺട്രി, നമ്മുടെ ഓൾ ത്രൂ ഔട്ട് ദ ഇന്ത്യ ഇങ്ങനെ ലാൻഡിന് വേണ്ടി ചില ടാക്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് യൂസ് ഓഫ് റവന്യൂ. എ പാർട്ട് ഓഫ് ദ മണി കളക്റ്റഡ് ബൈ ലോക്കൽ ബോഡീസ് ഷുഡ് ബി റിസർവ്ഡ് ഓൺലി ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇത് വീണ്ടും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ലോക്കൽ ബോഡീസ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇവർക്കൊക്കെ ലഭിക്കുന്ന എമൗണ്ടിൽ നിന്നും ഒരു പാർട്ട് ഇവര് കൃത്യമായിട്ട് ആ ഒരു ഏരിയയിലുള്ള പ്രൈമറി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, അപ്പൊ ഇതോടുകൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ലോക്കൽ ബോഡീസിന്റെയും റോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവർക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് റോൾ ഓഫ് യുനെസ്കോ ഇൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. യുനെസ്കോക്ക് എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യാൻ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. യുനെസ്കോ ഹെൽപ്പ് കൺട്രീസ് മേക്കിംഗ് സ്ട്രോങ് എഡ്യൂക്കേഷൻ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. യുനെസ്കോ എങ്ങനെയാണ് കൺട്രീനെ ഹെൽപ്പ് ചെയ്യുന്നത്? സ്ട്രോങ് എഡ്യൂക്കേഷണൽ പോളിസിയും സ്ട്രാറ്റജിയും എല്ലാം യുനെസ്കോ കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഫോക്കസ് ഓൺ അച്ചീവിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമുക്കറിയാം SDG MDG നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരുപാട് ടാർഗറ്റ്സും ഗോൾസും വരുന്നുണ്ട്. അപ്പൊ അതിൽ 4th ഗോൾ ആയിരുന്നു എന്ത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാന്നുള്ളത്. ഈ ഒരു ഗോളിനെയാണ് യുനെസ്കോ വളരെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. റെഡ്യൂസ് ഇനിക്വാളിറ്റി ആൻഡ് മേക്ക് ഡിസിഷൻ അവൈലബിൾ ടു എവരി വൺ. ഇനിക്വാളിറ്റി ഇല്ലാതാക്കുകയും എഡ്യൂക്കേഷൻ എല്ലാവർക്കും അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് യുനെസ്കോന്റെ സ്ട്രാറ്റജി. Offers guidance to improve education system with the help from the UN. യുണൈറ്റഡ് നേഷനിൽ നിന്നും ലഭിക്കുന്ന ഒരു ഹെൽപ്പോട് കൂടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ആര് കൊടുക്കുന്നുണ്ട്? യുനെസ്കോ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂൾസിൽ പല എക്സിബിഷൻസ് റൺ ചെയ്യുക അല്ലെ. ലൈക്ക് സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ് ഈ സ്കീപ്പ്, APEID, ഇതൊക്കെ സ്കൂളുകളിൽ റൺ ചെയ്യുന്ന സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ്. ഇതൊക്കെ എന്തിനാണ്? എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യാനും പ്രൈമറി എഡ്യൂക്കേഷനെ എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഈ സ്കേപ്പ് പോലെയുള്ള പ്രോഗ്രാം. സോ ഇതിനെല്ലാം സ്കൂളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് യുനെസ്കോ ആണ്. പ്രൊമോട്ട്സ് ദ യൂസ് ഓഫ് മോഡേൺ ടൂൾസ് ലൈക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICTക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് സ്കൂളുകളിൽ കൊണ്ടുവന്നത് യുനെസ്കോ ആണ്. സോ യുനെസ്കോ ആസ് എൻ ഓർഗനൈസേഷൻ എഡ്യൂക്കേഷനിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് റോള് യുനെസ്കോക്ക് ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിസെഫിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. യൂണിസെഫിന്റെ പ്രധാനമായിട്ടുള്ള റോൾസ് നമുക്ക് നോക്കാം. പ്രോബ്ലം വിത്ത് പബ്ലിക് ഫണ്ട്. മെനി ടൈംസ് ഗവൺമെന്റ് മണി ഡസ് നോട്ട് റീച്ച് ദ ചിൽഡ്രൻ ഹു നീഡ് ഇറ്റ് ദ മോസ്റ്റ്. നമ്മുടെ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു ഇഷ്യൂ എന്താണെന്നറിയോ? ഗവൺമെന്റിൽ നിന്നും ഗ്രാന്റ് ഒക്കെ ലഭിക്കുന്നുണ്ടാവും, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ആവശ്യമുള്ള കുട്ടികളിൽ അത് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഇൻവെസ്റ്റിംഗ് ഇൻ ചിൽഡ്രൻ ഇംപ്രൂവ്സ് ദെയർ ലൈഫ്സ് ആൻഡ് ഓൾസോ ബെനിഫിറ്റ്സ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോണമി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കുട്ടികളിൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് അവരുടെ ജീവിതത്തെയും കമ്മ്യൂണിറ്റിയെയും നമ്മുടെ ഭാവിയിലുള്ള ഇക്കോണമിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ അത് പലരും ഇല്ല എന്നുള്ളതാണ്. Spending on education improves health, income and helps societies become stronger and wealthier. എത്രത്തോളം നമ്മൾ എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇൻകം നമ്മുടെ സൊസൈറ്റീനെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കാനും സാമ്പത്തികമായിട്ട് വെൽത്തിയർ ആക്കാനും എല്ലാം സാധിക്കും. സോ ഇൻവെസ്റ്റിംഗ് ഇൻ എഡ്യൂക്കേഷൻ ഒരിക്കലും അത് വെറുതെ ഉള്ള കാര്യമല്ല, അത് നമുക്ക് ഒരുപാട് ക്വാളിറ്റി ഭാവിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇൻ മെനി പ്ലേസസ് എഡ്യൂക്കേഷൻ പ്രോഗ്രസ് ഹാസ് സ്ലോ ഡൗൺ. ഫണ്ടിങ് ഈസ് നോട്ട് ഇനഫ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ചിൽഡ്രൻ. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രസ് നടക്കുന്നില്ല അല്ലെ. അതിന്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പൊങ്ങി വരുന്നതിനേക്കാളും എഡ്യൂക്കേഷൻ പ്രോഗ്രസ് താഴോട്ടാണ് വരുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇനഫ് ഫണ്ടിങ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആവശ്യമുള്ള കുട്ടികൾക്ക് ഇനഫ് ഫണ്ടിങ് ലഭിക്കുന്നില്ല. അപ്പൊ യൂണിസെഫ് ഇതിനൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹെൽപ്സ് ഗവൺമെന്റ് യൂസ് ഫണ്ട്സ് ബെറ്റർ ആൻഡ് റീച്ച് ദ റൈറ്റ് ചൈൽഡ്. ഗവൺമെന്റ് ഫണ്ട്സിനെ അല്ലെങ്കിൽ ഗവൺമെന്റിന് ലഭിക്കുന്ന ഫണ്ട്സിനെ ബെറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ ബെറ്റർ ആയിട്ട് ഫണ്ട് യൂസ് ചെയ്യണം എന്നുള്ളത് യൂണിസെഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആവശ്യമുള്ള കുട്ടികൾക്ക് അല്ലെ ആവശ്യമുള്ള കുട്ടികൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഫണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യൂണിസെഫിന്റെ ടാർഗറ്റ്. സപ്പോർട്ട്സ് ഇന്നവേറ്റീവ് ടീച്ചിങ് ടെക്നിക്സ്. വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള മോഡേൺ ടീച്ചിങ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് യൂസ് ചെയ്യുക, ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് യൂണിസെഫ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂണിസെഫിന്റെ റോളും UNCRCന്റെ റോളും പറഞ്ഞു കേട്ടോ. ഇനി UNICEF works to solve problems in public financial management to make sure all children, especially poor one, get fair access to service. ഇതന്നെയാണ് യൂണിസെഫിന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്.
ഗവൺമെന്റിന് ലഭിക്കുന്ന ഗ്രാന്റിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ യൂസ് ചെയ്യാം എന്നുള്ളത്, അല്ലാതെ പുറമെ വേറെ വഴിയൊന്നും ഫണ്ട് പോവാതെ വളരെ ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് യൂണിസെഫിന്റെ ഗോള്. ഇനി കീ എഫേർട്സ് ബൈ യൂണിസെഫ് എന്തൊക്കെയാണ്? മേക്ക് ഷുവർ ചൈൽഡ് ഫോക്കസ് പോളിസീസ് ആർ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റ്. ഒരു പെർട്ടിക്കുലർ ഗ്രാന്റ് ഗവൺമെന്റിന് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്ന് ഒരു പാർട്ട് എന്താണ്, ചൈൽഡ് ഫോക്കസ്ഡ് പോളിസിക്ക് പോകുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യും. ഫൈൻഡ് ലോ കോസ്റ്റ് ആൻഡ് ഫെയർ വേസ് ടു ഡെലിവർ സർവീസ് ആൻഡ് സപ്ലൈസ്. നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ ഒരു സപ്ലൈ സ്കൂളിലേക്കോ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് വളരെ ലോ കോസ്റ്റ് ആയിട്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഫെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് യൂണിസെഫ് എപ്പോഴും ശ്രമിക്കുന്നത്. ഹെൽപ്പ് ഗവൺമെന്റ് പ്ലാൻ ആൻഡ് മാനേജ് കോസ്റ്റ് ഫോർ സർവീസ്. ഗവൺമെന്റിനെ പ്ലാൻ ചെയ്യാനും ബഡ്ജറ്റ് മാനേജ് ചെയ്യാനും ആര് സഹായിക്കും? യൂണിസെഫ് ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ്സ് ഹൗ ബഡ്ജറ്റഡ് മണി ഇസ് യൂസ്ഡ് ഈവൻ ഇൻ ദ സ്മോളർ ലോക്കൽ ഏരിയാസ്. ബഡ്ജറ്റഡ് ആയിട്ട് അല്ലെ, നമ്മുടെ ഒരു വളരെ ലാവിഷ് അല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മണീനെ മാനേജ് ചെയ്യും എന്നുള്ളത് യൂണിസെഫ് ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കും. പ്രൊവൈഡ്സ് ഫണ്ട്സ് ഫ്രം ഇറ്റ്സ് ഓൺ ബഡ്ജറ്റ് ടു സപ്പോർട്ട് ചിൽഡ്രൻസ് പ്രോഗ്രാം. അതായത് ഓൾറെഡി ലഭിച്ച ഒരു ബഡ്ജറ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ചൈൽഡ് പ്രോഗ്രാംസിന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും? യൂണിസെഫ് ഹെൽപ്പ് ചെയ്യും. സോ UNCRCക്കും യൂണിസെഫിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഗോളുകളാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് വേൾഡ് ബാങ്ക് ഇൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. വേൾഡ് ബാങ്ക് എത്രത്തോളം എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യുന്നുണ്ട്? ദ വേൾഡ് ബാങ്ക് ഇസ് ദ ലാർജസ്റ്റ് ഇന്റർനാഷണൽ ഫിനാൻസർ ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലും ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ ഫിനാൻസർ എന്ന് പറയുന്ന ആരെയാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാവുന്ന ആരെയാണ്? വേൾഡ് ബാങ്കിനെയാണ്. സപ്പോർട്ട്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇൻ 90 കൺട്രീസ്. ഏകദേശം 90 കൺട്രീസിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? വേൾഡ് ബാങ്ക് ആണ്. ഹെൽപ്പ് കൺട്രീസ് അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4, SDG 4, ഫോർത്ത് ഗോൾ അല്ലെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. 2030 നമ്മുടെ 2030 അജണ്ട ഓർമ്മയില്ലേ? 2030 ആവുമ്പോഴേക്കും ലൈഫ് ലോങ് ലേണിംഗ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വേൾഡ് ബാങ്ക് നമ്മൾ ഈ പറഞ്ഞ 90 കൺട്രീസിനെയും ഹെൽപ്പ് ചെയ്യുന്നത്, ഈ SDG 4 അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വേൾഡ് ബാങ്ക് എന്താ പ്രൊവൈഡ് ചെയ്യുക? ഫിനാൻസ് അല്ലെ. വേൾഡ് ബാങ്കിന്റെ കയ്യിൽ എന്താ ഉള്ളത്? മണി ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ഗ്ലോബൽ നോളേജ് പ്രൊവൈഡ് ചെയ്യും. ഒരു ലോങ് ടേം സപ്പോർട്ടും വേൾഡ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 1-2 കാര്യങ്ങൾ വേൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതാണ് IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. ഇതിന്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുകയാണ്. വേൾഡ് ബാങ്കിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് IDA എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു പുവർ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ് ടു റെഡ്യൂസ് പോവർട്ടി. IDA പോലുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുവർ ആയിട്ടുള്ള കൺട്രീസിൽ അല്ലെങ്കിൽ മിഡിൽ ഇൻകം അല്ലെ, ഒരു ആവറേജ് ഇൻകം ഏൺ ചെയ്യുന്ന കൺട്രീസിൽ പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, അതിനു വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് IDA പോലെയുള്ള അസോസിയേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ടാർഗറ്റ്. ഇതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് GPE. പേരുകൾ ഓർത്ത് വെക്കുക, ദ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ എഡ്യൂക്കേഷൻ. ഇതും വേൾഡ് ബാങ്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് 76 ലോ ഇൻകം കൺട്രീസ് ടു ഇംപ്രൂവ് പബ്ലിക് എഡ്യൂക്കേഷൻ. ഇവരുടെയും ടാർഗറ്റ് എന്താണ്? 76-ൽ പരം ലോ ഇൻകം കൺട്രീസിൽ പബ്ലിക് എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക് എഡ്യൂക്കേഷന് മാക്സിമം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് GPEന്റെ ടാർഗറ്റ്. ഇറ്റ് ഗീവ്സ് ദം ടൂൾസ് ആൻഡ് മണി ടു ഹെൽപ്പ് എവറി ചൈൽഡ് ലേൺ, ഗ്രോ ആൻഡ് അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. എല്ലാ കുട്ടികൾക്കും അല്ലെ, ഇങ്ങനെ ലോ ഇൻകം കൺട്രീസിൽ താമസിക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠിക്കാനും വളരാനും അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണി, അതുപോലെ തന്നെ ടൂൾസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് GPEയുടെ റോള്. ദ ഗോൾ ഇസ് എ ബെറ്റർ വേൾഡ് where everyone has access to education and no one is left with poverty. ഇവരുടെ മെയിൻ ഗോൾ എന്താണ്? ഒരു ബെറ്റർ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെ? എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷന് ആക്സസും, ഒരു കുട്ടിയും പോവർട്ടി, പണമില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരു കുട്ടിക്കും എഡ്യൂക്കേഷൻ ലഭിക്കാതിരിക്കരുത് എന്നുള്ളതാണ് GPEയുടെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. Okay, so I hope that is understood. ഇനി
ഇനി ഇതിലൊക്കെ വേൾഡ് ബാങ്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്ന കുറച്ച് പ്രോഗ്രാംസ് ആണ് സ്റ്റാർസ് പ്രോഗ്രാംസ്. ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് വേൾഡ് ബാങ്ക് സ്റ്റാർട്ടഡ് ദ സ്റ്റാർസ് പ്രോഗ്രാം. ഇന്ത്യൻ ഗവൺമെന്റും വേൾഡ് ബാങ്കും കൂടെ കൈകോർത്തിട്ടാണ് സ്റ്റാർസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താ സ്റ്റാർസിന്റെ ഫുൾ ഫോം? സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇവരുടെ എയിം എന്താണ്? ഒന്നുമില്ല. സ്റ്റാർസ് പ്രോഗ്രാം കൊണ്ടുവന്നത് എന്താണ്? ഇന്ത്യയിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സാധ്യമാവണം എന്നുള്ളതാണ് ഈ സ്റ്റാർസ് പ്രോഗ്രാം ഒക്കെ നിലവിൽ കൊണ്ടുവന്നതിന്റെ പുറകിലുള്ള ഇവരുടെ എയിം. ആൻഡ് ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് 6 സ്റ്റേറ്റിലാണ് കേട്ടോ ഇംപ്ലിമെന്റ് ചെയ്ത ഇന്ത്യയിൽ. ഹിമാചൽ പ്രദേശ്, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ ആൻഡ് രാജസ്ഥാൻ. ഈ 6 സ്റ്റേറ്റിലാണ് സ്റ്റാർസ് പ്രോഗ്രാം കൊണ്ടുവന്നത്. ഈ സ്റ്റേറ്റ്സിലെല്ലാം ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്റ്റാർസ് പ്രോഗ്രാമിന്റെ ടാർഗറ്റ്. ഈ ഒരു സ്റ്റാർസ് പ്രോഗ്രാം കൊണ്ട് എത്ര പേർക്ക് ബെനിഫിറ്റ് ഉണ്ടായി? ഓവർ 250 മില്യൺ ചിൽഡ്രൻ ആണ് ഈ ഒരു പ്രോഗ്രാം കാരണം ബെനിഫിറ്റ് ഉണ്ടായത്. അതായത് 1.5 മില്യൺ സ്കൂൾസിനും ഏകദേശം 10 മില്യൺ ടീച്ചേഴ്സിനുമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ത്യൻ ഗവൺമെന്റ് വേൾഡ് ബാങ്ക് കൂടെ കൊണ്ടുവന്നപ്പോൾ അതിലൂടെ ബെനിഫിറ്റ് ലഭിച്ചത്. ഓക്കെ, അപ്പോ നമ്മൾ വേൾഡ് ബാങ്കും UNCRC യൂണിസെഫും ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് UNFPA ഇൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. UNFPAക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യുന്നതിൽ എത്രത്തോളം റോൾ ഉണ്ട്? എന്താ UNFPA? യുണൈറ്റഡ് നേഷൻസ് ഫാമിലി പ്ലാനിംഗ് ഏജൻസി. പേര് ഓർത്ത് വെക്കുക, എല്ലാത്തിന്റെയും ഫുൾ ഫോം ഓർമ്മ വരണം കേട്ടോ. പിന്നെ ഓരോ ഓർഗനൈസേഷന്റെയും ടാർഗറ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു പേരിൽ തന്നെ യുണൈറ്റഡ് നേഷൻ ഫാമിലി പ്ലാനിംഗ് ഏജൻസി, ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഹിന്റ് കിട്ടും. ഇറ്റ് സപ്പോർട്ട്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു പോപ്പുലേഷൻ അവയർനെസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ്. ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ അവയർനെസ് കൊടുക്കുക, അല്ലെ? എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഫാമിലി പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയായിരുന്നു UNFPAന്റെ റോള്. ഓൾസോ ഹെൽപ്പ് എഡ്യൂക്കേറ്റ് പീപ്പിൾ ടു മേക്ക് ബെറ്റർ ലൈഫ് ചോയ്സ് ആൻഡ് ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി. നല്ലൊരു ഡിസിഷൻ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ചോയ്സ് എടുക്കാൻ നല്ലൊരു ലൈഫ് ചോയ്സ് എടുക്കാൻ തക്കത്തിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാൻ UNFPAക്ക് സാധിച്ചിരുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു ലൈഫ് ചോയ്സ് എടുക്കാൻ കഴിഞ്ഞ നല്ല ബെറ്റർ സൊസൈറ്റി ഉണ്ടാവില്ലേ? സോ അതിലൂടെ നല്ലൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതെല്ലാം UNFPAന്റെ റോളായിരുന്നു കേട്ടോ. സോ ഇവരുടെ ഫാമിലി പ്ലാനിങ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ് കേട്ടോ. ഇനി UN General Assembly and UNFPA റോൾ എന്തൊക്കെയാണ് ടുഗെദർ എന്നുള്ളത് നോക്കാം. In 1999, the UN General Assembly encouraged countries to stop the spread of HIV or AIDS. ഈ UNFPAക്ക് പ്രധാനമായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ഗോൾസ് ആണ് കേട്ടോ. HIV പോലെയുള്ള അല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. UNFPA help countries give young people proper sexual and reproductive health education സർവീസ്. UNFPAന്റെ പ്രധാനമായിട്ടുള്ള മെയിൻ ടാർഗറ്റ് എന്തായിരുന്നു? നമ്മുടെ യങ് പീപ്പിളിനെ, യുവത്വത്തെ ഒരു പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും പ്രൊവൈഡ് ചെയ്യുക. സോ സെക്ഷൽ റിലേറ്റഡ് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു ഇവർ മെയിൻ ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിലൂടെ എന്താണ് ഇവർ ഒരുപാട് ലൈഫ് സ്കിൽ പ്രോഗ്രാംസ്, HIV പ്രിവെൻഷൻ, സെക്ഷുവൽ എഡ്യൂക്കേഷൻ, ആക്സസ് ടു ഹെൽത്ത് കെയർ, ഇതൊക്കെയായിരുന്നു ഇവരുടെ ടാർഗറ്റ് കേട്ടോ. സെക്ഷുവൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം, ഹെൽത്ത് കെയറിലോട്ട് ആക്സസ്, നല്ല ബെറ്റർ ലൈഫ് സ്കിൽ പ്രോഗ്രാംസ് കൊടുക്കുക, HIV പ്രിവെന്റ് ചെയ്യുക, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു UNFPAന്റെ റോള്. By 30th November 2021, UNFPA supported 80 countries. 2021 ആയപ്പോഴേക്കും UNFPA ഏകദേശം 88 കൺട്രീസിനെ സപ്പോർട്ട് ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. 2022 എൻഡ് ആയപ്പോഴേക്കും ഏകദേശം 110 കൺട്രീസിലെങ്കിലും ഇവർക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ടാർഗറ്റ്. ഓക്കെ, അതാണ് UNFPA.
എല്ലാം ഈസി ആയിട്ടുള്ള ഗോൾസ് ഒക്കെ തന്നെയാണ്. പേരിന് മാത്രം നിങ്ങൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് UNDP ഇൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. എന്താ UNDP? യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇസ് എ UN ബോഡി ഹെൽപ്പിംഗ് കൺട്രീസ് റെഡ്യൂസ് പോവർട്ടി. UNDPന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് പോവർട്ടി, പട്ടിണി, ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ഇറ്റ് സപ്പോർട്ട്സ് കൺട്രീസ് ടു ഗ്രോ എക്കോണമിക്കലി, റെഡ്യൂസ് ഇനിക്വാളിറ്റി ആൻഡ് ഇംപ്രൂവ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുക, ഇനിക്വാളിറ്റി ഇല്ലാതാക്കുക, ഒരു കൺട്രീനെ എക്കോണമിക്കലി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു UNDPയുടെ ഗോൾ. ഇനി ഈ ഒരു ലാർജസ്റ്റ് UN എയ്ഡ് ഏജൻസി വർക്ക് ചെയ്തിരുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ. ഈ യുണൈറ്റഡ് നേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലാണ്. ആൻഡ് ഈ ഒരു UNDP ഏകദേശം 170 കൺട്രീസിൽ വർക്ക് ചെയ്തു. ഇവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹെൽപ്പ് കൺട്രീസ് ബിക്കം സെൽഫ് സഫിഷ്യന്റ് ആൻഡ് പ്രോസ്പെറസ്. കൺട്രീനെ എന്താണ് എക്കണോമിക്കലി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, സെൽഫ് സഫിഷ്യന്റ് ആക്കുക, തനിയെയല്ലേ എല്ലാ കാര്യങ്ങളും നേടാനുള്ള കാര്യങ്ങൾ. അതിപ്പോ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും വേറൊരു കൺട്രീനെ നമ്മള് ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫ് സഫിഷ്യന്റ് ആക്കുക, പ്രോസ്പെറസ് ആക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള ഗോള്. ഇനി ഇവര് കൊണ്ടുവന്ന പ്രോജക്ട്സ് എന്തൊക്കെയായിരുന്നു? പ്രൊവൈഡ്സ് ടെക്നിക്കൽ ട്രെയിനിങ്, അട്രാക്ട്സ് ഇൻവെസ്റ്റ്മെന്റ്, സപ്പോർട്ട്സ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ടെക്നോളജിക്കലി ഉള്ള എല്ലാ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ഇൻവെസ്റ്റ്മെന്റ്സിനെ മാക്സിമം ആ കൺട്രീസിൽ അട്രാക്ട് ചെയ്യുക, ടെക്നിക്കൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു UNDP കൊണ്ടുവന്ന പ്രോജക്ട്സ്. ഓക്കെ, സോ UNDPന്റെ ഗോള് പോവർട്ടി, പിന്നെ സെൽഫ് സഫിഷ്യൻസി ഓഫ് ദ കൺട്രി, പ്രോസ്പെറസ് ആക്കുക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു കേട്ടോ. UNDP മെയിൻലി ഫണ്ട്സ് ദ ഫോളോയിങ് ഏരിയാസ്. UNDP പ്രധാനമായിട്ടും ഫണ്ട് ചെയ്തത് ഈ പറഞ്ഞ ഏരിയാസിലൊക്കെയാണ്. ക്രൈസിസ് പ്രിവെൻഷൻ ആൻഡ് റിക്കവറി, എന്തെങ്കിലും ഒരു വാറോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററോ നടന്ന ഏരിയാസിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഹെൽപ്പ് കൊടുക്കുക. സപ്പോർട്ട് റിക്കവറി ആഫ്റ്റർ ക്രൈസിസ്, അങ്ങനെയുള്ള ഒരു യുദ്ധം നടന്ന നാട്ടിൽ നമുക്കറിയാം അതിന്ന് റിക്കവറി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ള പ്ലേസസിനെ സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് UNDP ഫണ്ട് ഇറക്കിയിരുന്നത്. നെക്സ്റ്റ് ഇസ് എൻവയോൺമെന്റ് ആൻഡ് എനർജി, ഹെൽപ്പ് പുവർ കമ്മ്യൂണിറ്റീസ് എഫക്റ്റഡ് ബൈ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. എന്തെങ്കിലും എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഫ്ലഡ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാരണം എഫക്റ്റഡ് ആയിട്ടുള്ള പുവർ കമ്മ്യൂണിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുക. വർക്ക്സ് ടു ഇംപ്രൂവ് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് എനർജി ആക്സസ്, വാട്ടർ ക്വാളിറ്റി ലൈക്ക് വാട്ടർ അവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, നല്ല സാനിറ്റൈസ്ഡ് ആക്കുക, ക്ലീൻ വാട്ടർ അല്ലെങ്കിൽ എനർജി ആക്സസ്, ഇതൊക്കെയായിരുന്നു UNDP പ്രധാനമായിട്ടും ഫണ്ട് ഇറക്കിയിരുന്ന ഏരിയാസ്. നെക്സ്റ്റ് ഇസ് പോവർട്ടി റിഡക്ഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പോവർട്ടി ഇല്ലാതാക്കുക. പ്രൊമോട്ട്സ് വിമൻ റോൾ ഇൻ ഡെവലപ്മെന്റ്, സ്ത്രീകളുടെ റോള് ഡെവലപ്മെന്റിൽ കൂട്ടുക. പിന്നെ ഒരുപാട് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു UNDP. കൺട്രോൾ ഓഫ് STD ഇൻക്ലൂഡിംഗ് HIV ഓർ എയ്ഡ്സ്, സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ആയിട്ടുള്ള HIV, എയ്ഡ്സ് പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരികയായിരുന്നു UNDP ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യൻ എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ബോഡീസും ക്വാസി ഗവൺമെന്റ് ബോഡീസ്. എന്താ ക്വാസി? പാർഷ്യലി ഗവൺമെന്റ് അല്ലെ. നമുക്കറിയാം കംപ്ലീറ്റ്ലി ഗവൺമെന്റ് നടത്തുന്ന ആയിരിക്കില്ല, പാതി ഗവൺമെന്റ് എയ്ഡഡ് ഓർഗനൈസേഷൻസിനെയാണ് ക്വാസി ഗവൺമെന്റ് ബോഡീസ് എന്ന് പറയാം. പിന്നെ എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യുന്ന പ്രൈവറ്റ് സോഴ്സസ് നമുക്കറിയാം, നോൺ ഗവൺമെന്റൽ സോഴ്സസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളെല്ലാം ഫാമിലീസ് തന്നെയാണ് അവരുടെ ഫീയും എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും ഒക്കെ മീറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഏരിയാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫണ്ടിങ് എഡ്യൂക്കേഷൻ ബൈ ദ ജനറൽ പബ്ലിക്. ഇനി നമ്മൾ പറഞ്ഞു പല കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ഓർ ട്രസ്റ്റ് ഡൊണേഷൻ. ഒരുപാട് നല്ല പണക്കാരായിട്ടുള്ള ആളുകൾ
ഫണ്ട് ചെയ്യില്ല. എഡ്യൂക്കേഷന് വേണ്ടി ഇൻഡിവിജ്വലി അവർ ഒരുപാട് ഫണ്ട് ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ പല ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ഫണ്ട് ഇറക്കാറുണ്ട്. ഇപ്പൊ ഇൻഡിവിജ്വൽസ്, ട്രസ്റ്റ് ആൻഡ് കമ്പനീസ് സപ്പോർട്ട് എഡ്യൂക്കേഷൻ ബൈ റണ്ണിങ് സ്കൂൾസ് ആൻഡ് കോളേജ്. ഇൻഡിവിജ്വൽസ് സ്കൂളും കോളേജും റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് തരാറുണ്ട്, പല ട്രസ്റ്റിന്റെ പേരിൽ തരാറുണ്ട്, പല ഇന്റർനാഷണൽ കമ്പനീസ് എന്താണ് പൈസ ഡൊണേറ്റ് ചെയ്യാറുണ്ട് സ്കൂളും കോളേജ് എല്ലാം റൺ ചെയ്യുന്നതിനായിട്ട്. പിന്നെ ഡൊണേറ്റിംഗ് മണി, മെറ്റീരിയൽസ്, ലാൻഡ് ഓർ ഇവൻ ലേബർ. ചില ആളുകൾ മണി ഡൊണേറ്റ് ചെയ്യും, ചില ആളുകൾ മെറ്റീരിയൽസ് ഡൊണേറ്റ് ചെയ്യും അല്ലെ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ്, എക്യുപ്മെന്റ്സ് കൊടുക്കും. ചില ആളുകൾ ലാൻഡ് കൊടുക്കാറുണ്ട് അല്ലെ, സ്കൂളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ സ്വന്തം ലാൻഡ് കൊടുക്കാറുണ്ട്. ഹെൽപ്പിംഗ് ഇൻ സ്കൂൾ കൺസ്ട്രക്ഷൻ ഓർ ഡെവലപ്മെന്റ്. സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഇൻഡിവിജ്വൽസും പല ട്രസ്റ്റുകളും ഡൊണേഷൻസിന്റെ രൂപത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ജനറൽ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്നും ഒരു ഫണ്ട് ലഭിക്കാറുണ്ട്. നെക്സ്റ്റ് ഇസ് endowment funds. An endowment is a donation of money or property to an educational institution. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം ഡൊണേറ്റ് ചെയ്യുന്നതിനെയാണ് എൻഡൗമെന്റ് എന്ന് പറയുന്നത്. ദിസ് മണി ഇസ് യൂഷ്വലി ഇൻവെസ്റ്റഡ്. പല ആളുകളും എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ലേ, പല മാനേജ്മെന്റ്, നമുക്ക് ഒരു മാനേജ്മെന്റിൽ 10-12 ആളുകൾ കൂടിയിട്ടായിരിക്കും ഒരു സ്കൂളിനെ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരുടെ മണി എന്താണ്, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ദ ഇൻകം ഏൺഡ് ഇസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓവർ ടൈം. അങ്ങനെ ആ ഒരു സ്കൂൾ റൺ ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന ഇൻകം എന്തിന് യൂസ് ചെയ്യും, ഭാവിയിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ഫണ്ടിങ് ലഭിക്കാറുണ്ട്. ഇനി ഫണ്ടിങ് എഡ്യൂക്കേഷൻ ബൈ സ്റ്റുഡൻസ് പാരന്റ്സ്. ഒട്ടുമിക്ക സ്കൂളുകളിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഫീസ് ഈടാക്കാറുണ്ട് അല്ലെ. അപ്പൊ സ്റ്റുഡന്റ് ഫീസ് ഒരു ഫണ്ടിങ് ആണ്. ലൈക്ക് അണ്ടർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് ഫ്രീ ഇൻ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂൾ. നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം ഗവൺമെന്റ് സ്കൂൾസിലും എയ്ഡഡ് സ്കൂൾസിലും മാത്രമാണ് എന്ത്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. പക്ഷെ പ്രൈവറ്റ് സ്കൂളുകൾ സ്റ്റുഡന്റ് ഫീസ് വാങ്ങാറുണ്ട്, കാരണം പ്രൈവറ്റ് സ്കൂൾസ് ആണ് അത് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ട്യൂഷൻ ഫീ, അഡ്മിഷൻ ഫീ, എക്സാം ഫീ, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോഗ്രാം ഫീ, സ്പെഷ്യൽ ആക്ടിവിറ്റി ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്നും ഫണ്ട് ഈടാക്കാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ലോൺ ലഭിക്കാറുണ്ട് അല്ലെ. ബാങ്ക്സ് ഇൻ ഇന്ത്യ പ്രൊവൈഡ് സ്റ്റുഡന്റ് ലോൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഒട്ടുമിക്ക ബാങ്കുകളും എഡ്യൂക്കേഷണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോൺ യൂസ് ചെയ്തുകൊണ്ട് തന്റെ സ്വയം പഠിക്കാൻ ഒരുപാട് കുട്ടികൾ ലോണിന് ആശ്രയിക്കാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റില് ഈ ഒരു ലോൺ സ്കീം ഒരുപാട് കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ പാരന്റ്സിന്റെ സൈഡിൽ നിന്നും മേ ബി അവര് ഫണ്ട് ഫീ പോലെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവര് എഡ്യൂക്കേഷണൽ ലോണിനെ എന്താണ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ് എഡ്യൂക്കേഷൻ. സെൻട്രൽ ഗവൺമെന്റ് ഗീവ് ഗ്രാൻസ് ആൻഡ് എയ്ഡ് ഫോർ എഡ്യൂക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷന് വേണ്ടി പണം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യാറുണ്ട്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ എക്സ്പെൻസസും നോൺ പ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ എക്സ്പെൻസസിനെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്സും മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് പർട്ടിക്കുലർലി സ്റ്റേറ്റ് സ്കൂൾസിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലോ മാത്രമാണ് കേട്ടോ. They use their own revenue and also get help from central government. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ തന്നെ പണം ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ലഭിച്ച പണം കൊടുക്കാറുമുണ്ട്. ഗ്രാൻസ് ഫ്രം ദ സെന്റർ ഹെൽപ്പ് സ്റ്റേറ്റ് മീറ്റ് ദെയർ എഡ്യൂക്കേഷണൽ നീഡ്സ്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന ഗ്രാൻസ് സ്റ്റേറ്റ് എന്തിനു യൂസ് ചെയ്യും, എഡ്യൂക്കേഷണൽ നീഡ്സിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സെൻട്രൽ ഹെൽപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ്സ് വില്ലിംഗ്നെസ് ടു അഡോപ്റ്റ് ആൻഡ് റൺ ദ സ്കീംസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെൻട്രൽ ഗവൺമെന്റ് എത്രത്തോളം പണം നമുക്ക് സ്റ്റേറ്റിന് തരുന്നുണ്ടോ എന്നുള്ളത് ആ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന പല പ്രോഗ്രാംസിനെയും അല്ലെങ്കിൽ പല സ്കീംസിനെയും എത്രത്തോളം അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സെൻട്രൽ ഹെൽപ്പും വളരെ കുറവായിരിക്കും. സോ സെൻട്രൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് കേൾക്കുന്നുണ്ടോ, അതനുസരിച്ചിട്ടുള്ള സ്കീമുകളും അതനുസരിച്ചുള്ള ഹെൽപ്പുമാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഗ്രാൻഡ് നീഡ്. ഒരുപാട് ഗ്രാൻഡ്സ് ഉണ്ട് അല്ലെ. സാലറി ഗ്രാൻഡ്, നോൺ സാലറി ഗ്രാൻഡ്, ബിൽഡിംഗ് ഓർ എക്യുപ്മെന്റ് ഗ്രാൻഡ്, അതർ ഗ്രാൻഡ്സ്. 4 ടൈപ്പ് ഓഫ് ഗ്രാൻഡ്സ് ആണ് ഉള്ളത്. സാലറി ഗ്രാൻഡ് എന്തിനാ യൂസ് ചെയ്യാറ്, പ്രധാനമായിട്ടും സ്കൂളിലോ അല്ലെങ്കിൽ കോളേജസിലോ ഉള്ള ടീച്ചേഴ്സിന്റെ സാലറി കൊടുക്കാനായിട്ടുള്ള മണിയാണ് സാലറി ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം
given to recognized schools, ഇപ്പൊ സെക്കൻഡറി സ്കൂൾസ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ റിലേറ്റഡ്, ഇങ്ങനെ ഗവൺമെന്റ് റൺ ചെയ്യുന്ന എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂൾസിലും കോളേജിലും സാലറി ഗ്രാന്റ് ലഭിക്കും. നെക്സ്റ്റ് ഇസ് നോൺ സാലറി ഗ്രാന്റ്. ഈ നോൺ സാലറി ഗ്രാന്റ് എന്തിനാണ്? ഇത് സാലറി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, സ്കൂളിന്റെ റെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ അഡ്മിൻ എക്സ്പെൻസസ് ഒക്കെ വരില്ലേ, അതിനൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് നോൺ സാലറി ഗ്രാന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ടീച്ചിങ് ടൂൾസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലാബ് എക്യുപ്മെന്റ് വാങ്ങാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയാണ് നോൺ സാലറി ഗ്രാന്റ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ഗ്രാന്റ്. അല്ലെ, നമുക്കറിയാം സ്കൂൾ ആവുമ്പോൾ അല്ലെങ്കിൽ കോളേജസ് ആവുമ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കേണ്ടി വരും. ഫേർണിച്ചേഴ്സ്, ലാബ്സ്, ലൈബ്രറി, മെറ്റീരിയൽ, ടീച്ചിങ് എയ്ഡ്, ഈ കാര്യങ്ങളൊക്കെയാണ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടും ബിൽഡിംഗ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ വേണ്ടിയിട്ടുമാണ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ഗ്രാന്റ് വരുന്നത്. നെക്സ്റ്റ് ഇസ് അതർ ഗ്രാന്റ്സ്. എന്തൊക്കെയാണ്? സ്പെഷ്യൽ ഗ്രാന്റ്സ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ആസ് നീഡഡ്. ഇനി പ്രധാനമായിട്ടും ഗവൺമെന്റ് ഈ 3 കാറ്റഗറിയിലാണ് പൈസ കൊടുക്കാറുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നീഡ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഗ്രാന്റും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഫണ്ട് ഓഫ് ലോക്കൽ ബോഡീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്, ഇവരൊക്കെ ഫണ്ട് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. ദേ യൂസ് ദിസ് മണി ഫോർ റണ്ണിങ് ആൻഡ് മാനേജിങ് സ്കൂൾസ്. അവരൊക്കെ ഈ കളക്ട് ചെയ്യുന്ന മണി എന്ത് ചെയ്യും? അവരുടെ ലൊക്കാലിറ്റിയിലുള്ള സ്കൂൾസിനെ റൺ ചെയ്യാനും മാനേജ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ബൈ ഇൻഡസ്ട്രി. ഒരുപാട് കമ്പനീസും ഇൻഡസ്ട്രീസും എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ഗവൺമെന്റിൽ നിന്നും അപ്രൂവൽ ലഭിക്കുന്ന ഏതൊരു കമ്പനിക്കും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഏതൊരു ഇൻഡസ്ട്രിക്കും വേണമെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം. സോ many industries run schools through charitable trust. പല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും ഒരുപാട് ഇൻഡസ്ട്രീസ് സ്കൂൾസ് റൺ ചെയ്യുന്നുണ്ട്. ദേ ഹെൽപ്പ് ബൈ ഫണ്ടിങ് ന്യൂ ബിൽഡിംഗ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ലാബ്സ് ആൻഡ് എക്യുപ്മെന്റ്, സ്മാർട്ട് ക്ലാസ് റൂംസ്. അപ്പൊ ഇങ്ങനെയുള്ള ട്രസ്റ്റിന്റെ പേരിൽ തുടങ്ങുന്ന സ്കൂളുകൾക്ക് കംപ്ലീറ്റ് ഫണ്ടിങ്ങും കൊടുക്കുന്നത് ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കമ്പനി തന്നെയായിരിക്കും. എന്തിന്? പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനും പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനും ലാബ് കാര്യങ്ങളിൽ ലാബ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ, സ്മാർട്ട് ക്ലാസ് റൂംസ് ക്രിയേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ ഈ പറഞ്ഞ കമ്പനീസ് ആയിരിക്കും സ്കൂളിലോട്ട് പൈസ ഇറക്കുന്നുണ്ടാവുക. ഓക്കെ. സോ ഇൻഡസ്ട്രീസിനും ഫിനാൻസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ എയ്ഡ്സ് അല്ലെ. നമുക്ക് ഒരുപാട് ഫോറിൻ കൺട്രീസിൽ നിന്നും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറില്ലേ ഇന്ത്യൻ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? യെസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എയ്ഡ്സ്, ഫിനാൻഷ്യൽ സപ്പോർട്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? മണി, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് പല സ്കോളർഷിപ്സും കൺസെഷൻസും കൊടുക്കാറുണ്ട് അല്ലെ. ഈ 2 രീതിയിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി കൺട്രീസ് ദാറ്റ് ഗീവ് എയ്ഡ്. നമുക്കറിയാം, അപ്പൊ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കസിൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എവിടെയൊക്കെ പോകാറുണ്ട്? UK, USA, ജർമ്മനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയുള്ള കോളേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ സ്റ്റുഡൻസിന് കൺസെഷൻസ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഇവർ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് എക്സ്റ്റേണൽ ഫോറിൻ കൺട്രീസും നമ്മുടെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ USA നോക്കൂ, ഫസ്റ്റ് സ്കോളർഷിപ്സ് ലൈക്ക് ഫൾബ്രൈറ്റ് ആൻഡ് ഫോർഡ് ഫൗണ്ടേഷൻ. USA ഒരുപാട് സ്കോളർഷിപ്സ് ഇന്ത്യൻ കുട്ടികൾക്ക് അബ്രോഡ് പോയി പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. UK, ജർമ്മനി, ഇറ്റലി, റഷ്യ, ഓസ്ട്രേലിയ, ഇവരൊക്കെ ഫിനാൻഷ്യൽ ഹെൽപ്പ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫീ കൺസെഷൻസ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്. സോ ഫോറിൻ കൺട്രീസിൽ നിന്നും ഒരുപാട് ഫിനാൻഷ്യൽ ഹെൽപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് ത്രൂ ഔട്ട്. പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സസിൽ നിന്നും ഫിനാൻഷ്യൽ ഹെൽപ്പ് ലഭിക്കാറുണ്ട്. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ത്രൂ ഔട്ട് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ റോൾ എത്രത്തോളം ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എത്രത്തോളം ഉണ്ട്, ലോക്കൽ ബോഡീസിന്റെ ഒരു റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഒരുപാട് ഓർഗനൈസേഷൻസ് പറഞ്ഞു അല്ലെ. ഗവൺമെന്റിനോട് ഇൻ ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് നല്ല ടാർഗറ്റ്സും ഗോൾസും ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻ, വളരെ ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് UNCRC, യൂണിസെഫും പിന്നെ UNDP. അപ്പൊ
GDP. അപ്പൊ ഇവരുടെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. വേൾഡ് ബാങ്ക്, ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇവരുടെ ഒക്കെ ഓരോരുത്തരുടെയും ടാർഗറ്റ് ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ യൂണിസെഫ്, ഇപ്പൊ ഒരു ഓർഗനൈസേഷന് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ എന്താണ് പബ്ലിക് അവയർനെസ്, ഹെൽത്തിനെ കുറിച്ചിട്ടും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചിട്ടും പബ്ലിക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. സോ ഓരോ ഓർഗനൈസേഷൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടാർഗറ്റ്സ് ആണുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും വായിച്ചു നോക്കൂ. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഈ ഫുൾ ഷോർട്ട് ഫോംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. സോ ഐ ഹോപ്പ് ദിസ് ചാപ്റ്റർ വാസ് ക്ലിയർ. ഇതോടുകൂടെ സ്കൂൾ മാനേജ്മെന്റിന്റെ 5th ചാപ്റ്ററും 4th ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു.